ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിയർ ആ വിഷൻ യൂട്യൂബ് ക്ലാസ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് മിക്സഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. മതതീവ്രവാദത്തിനും അസഹിഷ്ണുതയ്ക്കും എതിരെ പോരാടുന്ന വ്യക്തിക്ക് യൂറോപ്യൻ പാർലമെന്റ് നൽകുന്ന പുരസ്കാരമാണ് സക്കറോവ് പ്രൈസ്. ഇത് ആദ്യമായി നേടിയത് 1988 നെൽസൺ മണ്ടേലയ്ക്കാണ്. മതവിരുദ്ധൻ എന്ന മുദ്രകുത്തി സൗദി തടവറയിൽ അടച്ച യുവ ബ്ലോഗർ റായിഫ് ബദാവിക്ക് വേണ്ടി ഈ പ്രാവശ്യത്തെ പുരസ്കാരം, അതായത് 2015 പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഭാര്യ എൻസാഫാണ്. പുരസ്കാരം യൂറോപ്യൻ പാർലമെന്റിൽ ബദാവിക്കായി നീക്കിവെച്ച ശൂന്യമായ ഇരിപ്പിടത്തിൽ അവർ വെച്ചു. ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ എന്ന കൃതി രചിച്ചത് സൽമാൻ ഖുർഷിദാണ്. മീൻപിടുത്ത വിവരങ്ങൾ ലഭ്യമാകുന്നതിനായി MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പുറത്തിറക്കിയ ആപ്പാണ് ഫെമ ഫോർ ഫിഷർ ഫ്രണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ. 29 കോടി രൂപയ്ക്ക് വിറ്റുപോയ പേരില്ലാത്ത പെയിന്റിങ്ങിന്റെ സൃഷ്ടാവാണ് 2001 അന്തരിച്ച ഗായ് തോണ്ടെ എന്ന ഇന്ത്യൻ ചിത്രകാരൻ. മുതിർന്ന പൗരനായി പരിഗണിക്കാനുള്ള പ്രായം 65 നിന്നും 60 കുറച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മദർ തെരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് 2016 സെപ്റ്റംബർ 4 നാഷണൽ ഹെറാൾഡ് എന്ന പത്രവുമായി ബന്ധപ്പെട്ട കേസിലാണ് സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോടതിയിൽ നിന്നും ജാമ്യമെടുത്തത്. 2015 ലോക സുന്ദരി പട്ടം നേടിയത് മിറയ ലലാഗുണ റോയോ ആണ്. തെക്കൻ ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലാണ് മത്സരം നടന്നത്. മെലോർ ചുഴലിക്കാറ്റ് ഫിലിപ്പീൻസിലാണ് വീശിയത്. ബഹിരാകാശത്ത് വിക്ഷേപണ വാഹനം ഓഫാക്കാനും ഓണാക്കാനുമുള്ള സാങ്കേതിക വിദ്യ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നാലെ ഇന്ത്യയും സ്വന്തമാക്കി. ഇത് പരീക്ഷിച്ചത് വിജയകരമാക്കിയത് PSLV C-29 കാലിഫോർണിയയിലെ UC ബെർക്ക്ലി ഹാസ് സ്കൂൾ ഓഫ് ബിസിനസിന്റെ ഗാഡ്വുഡ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജി. ഓഷോ രജനീഷിനെ കുറിച്ച് പുറത്തിറങ്ങുന്ന പുതിയ സിനിമയാണ് റെബലിയസ് ഫ്ലവർ. 2015 ഫിഫ ലോക ക്ലബ് ഫുട്ബോൾ ചാമ്പ്യന്മാരാണ് ബാഴ്സലോണ. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന രാജ്യം ജപ്പാനാണ്. ബുള്ളറ്റ് ട്രെയിൻ മുംബൈ ടു അഹമ്മദാബാദ് സെക്ടറിലാണ് ഓടുന്നത്. അടിസ്ഥാന സൗകര്യം ഇല്ലാത്തവർക്ക് വീട് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് എല്ലാവർക്കും ഭവനം മിഷൻ 2022. that is house for all by 2022 മിഷൻ. പത്രപ്രവർത്തകർക്കെതിരെ വധഭീഷണി ഉയർന്നതിനെ തുടർന്ന് പത്രബന്ദ് നടന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. കുട്ടികൾക്കുള്ള 2015 അന്താരാഷ്ട്ര സമാധാന സമ്മാനം നേടിയത് 17 വയസ്സുള്ള ലൈബീരിയക്കാരൻ എബ്രഹാം M. കെയ്തയാണ്. 2015 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത് UNHCR യുണൈറ്റഡ് നാഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജി. സെപ്റ്റംബർ 10 അനുപങ്കർ ദിനമായി പ്രഖ്യാപിച്ച അമേരിക്കൻ നഗരമാണ് ലാസ് വെഗാസ്. കോസ്ഗ്രോ ഹോട്ട്സ്പോട്ട് ട്രാക്ക് എന്നത് ആസ്ട്രേലിയയിൽ കണ്ടെത്തിയ നീളമേറിയ അഗ്നിപർവ്വത ശൃംഖലയാണ്. സാങ്കേതിക മേഖലയിലെ വെല്ലുവിളികൾ നേരിടുന്നതിന് വിശദമായ ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിനായി 2015 നവംബറിൽ രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ച 1000 കോടി രൂപയുടെ പദ്ധതിയാണ് ഇംപ്രിന്റ് ഇന്ത്യ. UN അന്താരാഷ്ട്ര പയർവർഗ വർഷമായി ആചരിക്കാൻ പ്രഖ്യാപിച്ചത് 2016 സുസ്ഥിര ഭാവിക്ക് പോഷകമൂല്യമുള്ള വിത്ത് എന്നതാണ് മുദ്രാവാക്യം. ദക്ഷിണേന്ത്യയിൽ സർവീസ് നടത്തുന്ന എയർകോസ്റ്റ എന്ന സ്വകാര്യ വിമാന കമ്പനിക്കാണ് വ്യോമയാന മന്ത്രാലയം ദേശീയ തലത്തിൽ പറക്കാൻ അനുമതി നൽകിയത്.
ബ്രസീൽ എന്ന അമേരിക്കൻ രാജ്യമാണ് വാട്സാപ്പിന് 2 ദിവസം വിലക്കേർപ്പെടുത്തിയത്. ചൈന ഒറ്റക്കുട്ടി നയം ആരംഭിച്ചത് 1978-ലാണ്. ആന്ധ്രയുടെ പുതിയ തലസ്ഥാനമായ അമരാവതിക്ക് തറക്കല്ലിട്ടത് നരേന്ദ്രമോദിയാണ്. സിംഗപ്പൂർ സർക്കാരിൻ്റെ സഹായത്തോടെയാണ് നിർമ്മിക്കുന്നത്. താങ്ക് യു. ഞങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ കാണാൻ ഹിറ വിഷൻ യൂട്യൂബ് സന്ദർശിക്കുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങളുമായി ഇനിയും കാണാം.